ടി ടൈം ന്യൂസിലേക്ക് വിശദമായി ജോയിക്കായുള്ള രക്ഷാദൗത്യം 28 മണിക്കൂറിൽ മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ വിവരങ്ങളുമായി പ്രതിനിധികൾ ഇപ്പോൾ ചേരുന്നുണ്ട്. വിജിൻ വായാന്തോട് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിജിൻ, വളരെ സാഹസപ്പെട്ട് ഇപ്പോൾ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള മാൻഹോളിൽ കൂടി ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇടവേളയ്ക്ക് ശേഷം തുടങ്ങിയിരിക്കുകയാണല്ലേ? തീർച്ചയായും ആ ഭാഗത്ത് അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ തന്നെ പുതിയ ഒരു പദ്ധതികൾ കൂടി ആവിഷ്കരിക്കുന്നുണ്ട്. അതാണ് ഈ ഹൈ പവർ പമ്പിംഗ് ഒക്കെ നടപ്പിലാക്കി വെള്ളം കൂടുതലായി ഈ ടണലിലേക്ക് എത്തിക്കുക എന്നുള്ള അങ്ങനെ ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം വെള്ളം കുറയുന്നതനുസരിച്ചിട്ട് ഈ വേസ്റ്റ് എല്ലാം താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പാറയ്ക്ക് സമാനമായ രീതിയിൽ ഉള്ള വേസ്റ്റാണ് മേൽത്തട്ടിൽ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കുറയുന്നതിനനുസരിച്ച് ഈ സ്കൂബ സംഘത്തിനൊന്നും അങ്ങോട്ട് എത്താനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ടാണ് തൽക്കാലം അവർ ഈ തെരച്ചിലൊക്കെ ഈ ടണലിൻ്റെ ആദ്യ ഭാഗത്തുള്ള തെരച്ചിലൊക്കെ അവസാനിപ്പിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം NDRFൻ്റെ സംഘം, ഒപ്പം തന്നെ ഈ പമ്പ് സെറ്റുകൾ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയുള്ള ഒരു നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും മറ്റ് ആംബുലൻസും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷാപ്രവർത്തകർക്കും ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ജോയിയെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടായാൽ, അയാളുടെ ജീവനോടെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായാൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു വളരെ ശ്രമകരമായ ദൗത്യമായി തന്നെ വേണം നമുക്ക് കാണാൻ. അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജോയിയെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയൂ. 150 മുകളിൽ മീറ്റർ ദൂരമാണ് ഈ 4 പ്ലാറ്റ്ഫോമുകളിലായി ടണൽ കിടക്കുന്നത്. ആ ടണലിലാണ് വേസ്റ്റ് നിറഞ്ഞു കിടക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ എവിടെയോ ആണ് ജോയി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏകദേശം ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ എങ്ങനെ ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന ആശങ്കയും നിലവിലുണ്ട്. അങ്ങനെയൊരു എത്രയും പെട്ടെന്ന് ജോയിയെ കണ്ടെത്തുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്താണ് ഈ NDRF സംഘവും ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമും ഒക്കെ നിരന്തരമായി തിരച്ചിൽ നടത്തുന്നത്. സ്കൂബ ടീമിൻ്റെ തിരച്ചിലൊക്കെ നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാകും, ദൃശ്യങ്ങളിലൊക്കെ മനസ്സിലാകുന്നതാണ്. അവർ ഈ വലിയ മലിനമായ വെള്ളത്തിനടിയിലൂടെ ഇത്രയും മാലിന്യങ്ങളുള്ള ഇടയിലൂടെയൊക്കെ കടന്നു ചെന്ന് കിടന്നൊക്കെയാണ് പരിശോധന നടത്തുന്നത്. അവർ മണിക്കൂറുകൾ ഇന്നും പരിശോധന നടത്തി. അങ്ങനെ പല വിധത്തിൽ ഏതെങ്കിലും രീതിയിൽ ജോയിയെ കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു ശ്രമകരമായ ദൗത്യം പൂർണ്ണമായും സംസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ മാൻഹോളുകളിൽ, പ്ലാറ്റ്ഫോമുകളിലെ മാൻഹോളുകളിലൊക്കെ കയറി ചെന്ന് പരിശോധന നടത്തുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതിലൂടെ പോകാൻ കഴിയുന്ന ഭാഗങ്ങളിലേക്ക് ഒക്കെ പോകുക എന്നുള്ളത് മാത്രമാണ് ഈ ദൗത്യം ഏറ്റെടുക്കുന്ന സംഘങ്ങൾക്ക് മുന്നിലുള്ള ഏക ആശ്രയമെന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലും ഈ പൊളിച്ചു മാറ്റി അന്വേഷിക്കാനോ അങ്ങനെയുള്ള ഒരു രീതിയും പിന്തുടരാൻ കഴിയില്ല. കാരണം റെയിൽവേയുടെ അധീനതയിലുള്ള റെയിൽവേ സംവിധാനങ്ങളൊക്കെ സുഗമമായി നടന്നു പോകുന്ന സാഹചര്യമാണ്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ പരിമിതികൾ പലതുമുണ്ട്. അങ്ങനെ ഇതിനടിയിൽ ഈ സ്കൂബ ടീം തന്നെ നമ്മളോടൊക്കെ നേരത്തെ പറഞ്ഞത് ഈ ടണലിൽ പൂർണ്ണമായും വേസ്റ്റ് നിറഞ്ഞു കിടക്കുകയാണ്. മാലിന്യത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ്. അത് മേൾത്തട്ടിൽ വെള്ളത്തിന് മുകളിലായി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതൊന്നും നീക്കിയോ അതൊക്കെ മാറ്റി വെച്ചോ ഒന്നും ഈ തിരച്ചിൽ സാധ്യമാകുന്ന കാര്യമേ അല്ല. അതിന് ദിവസങ്ങളെടുക്കും അതൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് നിലവിലുള്ളത്. ഇവിടെ VK പ്രശാന്ത് MLA അതുപോലെ തന്നെ മേയർ ഉൾപ്പെടെയുള്ളവർ എല്ലാം ഇവിടെ ഇന്നലെ മുതൽ തന്നെ തമ്പടിച്ച് കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.